ചരിത്രത്തിലാദ്യമായി ഒരച്ഛൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. മച്ചവരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിനെ ഞങ്ങൾ ഇത്രയും കാത്തിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത്ര മാസം, 9 മാസം. നാളെ വാവ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന ദിവസമാണ്. ചരിത്രത്തിലാദ്യമായി ഒരച്ഛൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് അമ്മമാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരച്ഛൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അല്ലേ? ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഞാൻ വാവിയുടെ വീട്ടിലാണ് കേട്ടോ. പോവാം. മാസത്തെ കഷ്ടപ്പാടിന് ശേഷം ഇന്ന് ഞാൻ സാധനം എടുത്ത് വയ്ക്കാൻ നേരത്ത്, ബാഗ് പാക്ക് ചെയ്യാൻ നേരത്ത് എന്താണ് കാര്യസ്ഥനായിട്ട് ഫ്രണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വാവ എങ്ങനെയുണ്ടായിരുന്നു വാവ ഈ 9 മാസത്തെ പീരീഡ്? എൻ്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ. ഈ മുഖത്തുനിന്ന് തന്നെയാണ്. ഇപ്പോഴും ആള് ഛർദ്ദിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബേബി ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാഗ് പാക്ക് ചെയ്താലോ? ഞങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കുറേ നാളായിട്ട്, 1 മാസത്തിന് മുമ്പ് തന്നെ ഓരോന്നായിട്ട് ഓർഡർ ചെയ്ത് വാവ തന്നെയാണ് വാങ്ങിച്ചു വെച്ചത്. പാക്ക് ചെയ്യുന്ന ചടങ്ങ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയല്ലോ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തരാം. എങ്ങനെ പോയാലോ? ഹായ്. അപ്പോൾ ഫസ്റ്റ് സാധനം ബേബി കെയറി ബെഡ്. എനിക്ക് എല്ലാത്തിൻ്റെയും പേര് അറിഞ്ഞൂടാ. അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്ക് എല്ലാത്തിൻ്റെയും പേര് അറിഞ്ഞൂടാ. അത് വെച്ചുകൊണ്ട് മാത്രം ഈ വീഡിയോ കാണുക. ഇത് ബേബി കെയറി ബെഡ്. ഇത് തന്നെ വാവയുടെ കുറേ നേരം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഒരുപാട് കാര്യങ്ങളുടെ പേര് ഇപ്പോൾ തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എങ്കിലും ഇത് ബേബി കെയറി ബെഡ് അറിയാമല്ലോ. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഇത് ബേബിയെ പൊതിയാനുള്ള ടവലാണ്. എനിക്ക് വേറെ ഇതിൻ്റെ പേരെന്തെങ്കിലുമൊക്കെ കാണും, പ്രൊഫഷണൽസിന് മനസ്സിലായി കാണും. പൊതിയാനുള്ള ടവൽ. ഇത് ഞാൻ എൻ്റെ അളിയൻ പ്രീതേര ചേട്ടൻ, വാവയുടെ ചേട്ടൻ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സാധനമാണ്. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് അത് കണക്ക് തന്നെ തുടങ്ങുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ബെഡിലൊക്കെ വിരിക്കുന്ന ഒരു ബ്ലാങ്കറ്റ് കണക്കത്തെ ഒരു സംഭവം. ഇതും ആവശ്യം വരുമെന്ന് അതില്ല, പക്ഷേ എനിക്ക് ക്യൂരിയോസിറ്റിയുടെ പുറത്തെടുത്ത് വെച്ചതാണ്. ഇത് നല്ലതാണ്. ഇതും ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്. പ്രതിഭേട്ട ലവ് യു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റാണ് കേട്ടോ. അവ എന്താ ഇത്? പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഡ്രൈ ഷീറ്റ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടി വരും, കാരണം എനിക്കറിയത്തില്ല. ഇത് ഡ്രൈ ഷീറ്റാണ് കേട്ടോ. ബേബി ഡ്രൈ ഷീറ്റാണ്. ഇതൊക്കെ വാവ ഓൺലൈനിൽ നിന്ന് മുന്നേ തന്നെ ഓർഡർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ബേബി ഡ്രൈ ഷീറ്റ്. അപ്പോൾ ഇതൊരു 3 എണ്ണം ഉണ്ട്. പിങ്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഇതുണ്ട്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ബേബി റിസീവിങ് ടവലാണ്. തെറ്റിച്ചില്ലല്ലേ? വാവിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്, ഞാൻ തെറ്റിച്ചില്ല. ബേബി റിസീവിങ് ടവലാണ്. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കളറാണ് കേട്ടോ. കളറിലൊന്നൊരു കാര്യമില്ല. അപ്പോൾ 2 എണ്ണം ഉണ്ട് റിസീവിങ് ടവല്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ബേബി വൈപ്സ് ആണ്. ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എന്താ മീമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 2 എണ്ണം അല്ല, ഇനിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഈ 2 എണ്ണത്തിൻ്റെ ആവശ്യം വരുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ വൈപ്സ് ആണ്, അത് 2 എണ്ണം. പിന്നെ ഇതെൻ്റെ അമ്മ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ ഒരുപാട് നമ്മളെ കുഞ്ഞിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ? ചുമ്മാ കുട്ടി ഉടുപ്പാണ് കേട്ടോ. കുട്ടി ഉടുപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ? കുട്ടി ഉടുപ്പാണ്. ഇത് കണക്കിനെ മടക്കി വെക്കണം, അല്ലെങ്കിൽ വാവ കൊല്ലും. അപ്പോൾ കുട്ടി ഉടുപ്പ് അത് ഒരു 4-5 സെറ്റ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെന്താണ്? റോംബസ്. സംഭവം ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണെങ്കിലും എനിക്കിതിൻ്റെ പേര് ഇപ്പോൾ എല്ലാത്തിൻ്റെയും പേര് കൺഫ്യൂഷൻ ആയിപ്പോൾ. അതുകൊണ്ടാണ് ഈ റോംബേഴ്സ് വളരെ ഹെൽപ്ഫുള്ളൊരു സാധനമാണ്. കാരണം നമ്മൾ കുഞ്ഞിനെ ഒരുപാടെടുത്ത് തുണിയൊക്കെ വെച്ച് പൊതിയുന്നതിനേക്കാളും നല്ല കുഞ്ഞിൻ്റെ എല്ലാ കൈയും കാലും എല്ലാം കവറായിട്ടിരിക്കും. ഭയങ്കര യൂസ്ഫുൾ ഒരു ഐറ്റം ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിരിക്കും അതാകുമ്പോൾ. ഇതൊക്കെ അവിടെ വെച്ച് തന്നെ ഇടാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, എങ്കിലും എടുത്തു വെച്ചിരിക്കുന്നു. ഇപ്പോൾ റോംബേഴ്സ് ഒരു 2 എണ്ണം ഉണ്ട്. പിന്നെ ആ റോംബേഴ്സിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ കാലിലിടുന്ന സാധനം, തലയിലിടുന്ന ക്യാപ്പ്, അതങ്ങനെ കയ്യിലിടുന്ന സാധനം എല്ലാം ഉണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചു കേട്ടോ. ഇത് ടവൽസ് ആണ്.
ഒത്തിരി കളറിൽ വർണ്ണാഭമായ ഡിസൈനിൽ റെയിൻബോ എല്ലാ കളറും ഉണ്ട്. ഒരുപാട് ടവൽസ് ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് എടുത്തു വെച്ചേക്കാൻ മാവ പറഞ്ഞാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങളത് ബേബി ഗേൾ ആണെങ്കിൽ വാവ പറയുന്നത് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ കുഞ്ഞ് വരുമ്പോൾ തന്നെ ഇപ്പോൾ ബേബീസ് കാണുന്ന കണക്ക് ചിലപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടി എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞ് എടുത്തതാണ് കേട്ടോ. അല്ല, കുട്ടികൾക്കൊന്നും പൗഡർ ഇടാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ഒരു പക്ഷേ വേണ്ട എങ്കിലും വെറുതെ പെട്ടി നിറയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് കുട്ടിയെ മതി. ഇനിയുള്ളത് ഇത് കണക്ക് തന്നെ കുട്ടി ഉടുപ്പുകളാണ് കേട്ടോ. കുട്ടി ഉടുപ്പുകൾ അതൊരു 4 എണ്ണം ഉണ്ട്. വൈറ്റ് 2 എണ്ണം, 3 എണ്ണം. അത് കണക്ക് തന്നെ കുട്ടി ഉടുപ്പ് കളർ 2 എണ്ണം. പൊതുവെ എല്ലാവരും പറയാറുണ്ട് നൂലുകെട്ട് കഴിഞ്ഞിട്ടേ എന്താണ് വൈറ്റ് മാറ്റി കളർ ഇടാവും. അതിൻ്റെ എന്താ ലോജിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും പറയുന്നു വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മിണ്ടാട്ടമില്ല. എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണ് ഈ വൈറ്റ് നൂലുകെട്ട് വരെ മാത്രം വൈറ്റേ ഇടാവുള്ളൂ എന്ന് വല്ലതും ഉണ്ടോ? രാഷ്ട്രീയമായിട്ട് വല്ല ബന്ധമുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വെച്ചത് നമ്മൾ കൊത്തി കളറും കൂടെ വായിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞെന്തായാലും പിണങ്ങൂലെന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ആരും പിണങ്ങിയാലും. ഇനിയുള്ള സാധനം, അച്ഛൻ അത്രയ്ക്ക് കാശുള്ള ആളല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ജീവിച്ചു പോണ സെറ്റപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഡയപ്പർ വാങ്ങി മുടിയിൽ നിന്നുള്ള ഇതിൽ അമ്മ മുൻകൂട്ടി ഡയപ്പർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലോത്ത് ഡയപ്പർ. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് നമ്മൾ എടുത്ത് കളയണ്ട, വാഷ് ചെയ്ത് സെറ്റ് ചെയ്യാം അല്ലേ? അങ്ങനെയല്ലേ? വാഷ് ചെയ്ത് സെറ്റ് ചെയ്യാം. പൊണ്ടാട്ടിടാ എന്താ 2 എണ്ണം ഉണ്ട്. ബാക്കി നമ്മൾ മേടിക്കുന്നതായിരിക്കും. ഇത് എങ്ങനെയാണ് യൂസ് ആണോ കൊള്ളാവുന്നൊക്കെ നോക്കിയിട്ട്. എന്തായാലും ആദ്യം കുഞ്ഞിന് എന്തായാലും കുറച്ച് ഡയപ്പേഴ്സ് വേണം, അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിനെല്ലാം നമ്മൾ ഇതായിരിക്കും അല്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി. പിന്നെ മെയിൻ സാധനം ഡയപ്പർ. നമ്മുടെ ഡയപ്പർ ഫ്രീ സൈസ് വാങ്ങിച്ച് വച്ചിട്ടുണ്ട് ഇത്രയും. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ എന്തായാലും ഇതേ ഉപയോഗിക്കാൻ പറ്റുള്ളായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതായിരിക്കും ഉപയോഗിക്കുന്നത്, സാധാ ബംഗാളി കർഷക കുടുംബം. അപ്പോൾ നെക്സ്റ്റ് ഒരു സാധനം കൊണ്ട് ഇതാ ഇപ്പോൾ വരാം. നെക്സ്റ്റ് ഉള്ളതാണ് ഈ സാധനം. ഇതിൻ്റെ പേരെന്താ അവക്കും അറിഞ്ഞുകൂടാ. ഇത് കൊതു കടിക്കാനുള്ള വലയൊക്കെ വെച്ചിരിക്കുന്ന ഒരു ബെഡ്. ബേബി ബെഡ്, കൊതു വല. ഇനി ഇൻ കേസ് ഹോസ്പിറ്റലിൽ ഭയങ്കര കൊതുവാണെങ്കിൽ കടിക്കാതിരിക്കാനുള്ള സെറ്റപ്പ്. ഇതും ഓപ്ഷനിലാണ് എടുത്ത് വെച്ചേക്കുന്നത്, അങ്ങനെയല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെയാണ് ഇനി മെയിൻ സാധനം. ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യാനുള്ള ഇവരെ തലമുറയായിട്ട് ഇവരെ വീട്ടിൽ കൈമാറി വരുന്ന ആമാടപ്പെട്ടി. ഈ ആമാടപ്പെട്ടിയിലായിരിക്കും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത്. കാര്യം കാണിക്കാൻ മറന്നു കേട്ടോ. അടിക്കൊണ്ടിരുന്നപ്പോഴാണ് ബാബു പറഞ്ഞു അത് കാണിച്ചില്ലല്ലോ. വേറെ ഒന്നുമില്ല കേട്ടോ. ഇതാണ് സാധനം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ഈ നഖം വെട്ടുന്ന എന്തായത് നെയിൽ പോളിഷർ അല്ലേ? നെയിൽ പോളിഷറാണ്. അതായത് കുഞ്ഞുങ്ങളെയൊക്കെ നെയിൽ കട്ട് ചെയ്യാൻ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ നമ്മളേന്നും നഖം കട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല, ഗ്രൈൻഡായി വരില്ല. ഇതിങ്ങനെ പല പല കളറിലുള്ള മോഡ്സ് ഉണ്ട്. ഇതിട്ട് നമുക്ക് കുഞ്ഞിന്റെ കൈ ഇങ്ങനെ നഖം ഇങ്ങനെ ഓരോ മന്ത് വരുമ്പോഴും കളർ ചേഞ്ച് ആവും. കേട്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. യൂസ്ഫുൾ ഉള്ള സാധനമാണ്. ആമാടപ്പെട്ടി അടച്ചു. എല്ലാം സെറ്റ് ചെയ്ത് പെട്ടി ഇതാ വെച്ചേക്കാണ്. എല്ലാം സെറ്റാണ്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എഗൈൻ ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി ആണ് തോന്നണത്. ഇത് ഞാൻ വിട്ടുപോയൊരു സാധനമാണ് കേട്ടോ. ഇത് ഒരു ബാസ്ക്കറ്റാണ് കുഞ്ഞിൻ്റെ തുണി വാഷ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങളെ വേറെ കുറച്ച് സാധനങ്ങൾ ഐറ്റംസ്, പിന്നെ കെറ്റില്, അങ്ങനെയുള്ള അടിപിടി സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സൈൻ ഓഫ് ആണ്. ഇനി ചിലപ്പോൾ ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ കുഞ്ഞതിഥിയായിട്ടായിരിക്കും അല്ലേ? അപ്പോൾ എപ്പോഴും പറയുന്ന കണക്കിന് ചിരിക്കൂ, ചിന്തിക്കൂ, എന്നിട്ട് വീണ്ടും ഇരുന്ന് ചിരിക്കൂ. ഇറ്റ്സ് മീ മിസ്റ്റർ ഷൈജു സൈനിങ് ഓഫ്.